രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസിക്ക് കേന്ദ്ര ധനമന്ത്രാലയം അംഗീകാരം നൽകി. പരീക്ഷണാടിസ്ഥാനത്തിലോ ഘട്ടം ഘട്ടമായോ RBI നോട്ടുകൾ പുറത്തിറക്കും. നിലവിലുള്ള പേപ്പർ കറൻസി ഉടനടി പിൻവലിക്കില്ല. പകരം 2 കറൻസികളും ഒരുമിച്ച് പ്രചാരത്തിലുണ്ടാകും. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, അങ്ങനെ കീറാത്ത, കോട്ടം തട്ടാത്ത പ്ലാസ്റ്റിക് കറൻസികൾ നമ്മുടെയൊക്കെ കയ്യിലെത്തുമല്ലേ? റോഷ്നി അത് തന്നെയാണ്. റോഷ്നി പറഞ്ഞത് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെയും ഉദ്ദേശം എന്നത്. ഓസ്ട്രേലിയയ്ക്കും യുണൈറ്റഡ് കിങ്ഡത്തിനും കാനഡയ്ക്കും പിന്നാലെ ഇന്ത്യയിലും ഇപ്പോൾ പ്ലാസ്റ്റിക് കറൻസികൾ വരാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അങ്ങ് പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള തീരുമാനമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലോ ഘട്ടം ഘട്ടമായോ ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. 10-20 നോട്ടുകളിലായിരിക്കും ഇത് പരീക്ഷണം നടത്തുക. കോട്ടം തട്ടാത്ത യാതൊരു തരത്തിലുള്ള കീറലുകളോ അല്ലെങ്കിൽ ഒരു തുന്നിക്കെട്ടലുകളോ ഒന്നുമില്ലാത്ത നോട്ടുകൾ അത് എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. കുറച്ചധികം ദിവസങ്ങളായി തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു നിർദ്ദേശമായി വെക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. 10-20 നോട്ടുകളായിരിക്കും പ്രാഥമികമായി പരീക്ഷണങ്ങൾ നടക്കുക. അതിനുശേഷം ആ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മറ്റ് നോട്ടുകൾ കൂടി എത്തുന്നത്. അത് 2000-ലും 200-ലും 1000-ലും 500-ലും 200-ലും നോട്ടുകളിൽ അടക്കം ഇത് പിന്നീട് പരീക്ഷണം നടത്തുമെന്നാണ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. ലബോറട്ടറികളടക്കം പരിശോധന നടത്തുന്നുണ്ട്. പോളിമറൈസ്ഡ് ആയിട്ടുള്ള കറൻസി നോട്ടുകളാണ് നിലവിൽ സ്ഥാപിക്കുന്നത്. പേപ്പർ കറൻസികൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും നിലവിൽ അത് ഏർപ്പെടുത്തിയിട്ടില്ല. പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ പേപ്പർ കറൻസികൾ പൂർണ്ണമായും പോളിമറൈസ്ഡ് കറൻസികളായി മാറും. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പിടിക്കുന്ന നോട്ടുകളിൽ നിന്ന് മാറി പ്ലാസ്റ്റിക് നോട്ടുകൾ കയ്യിലേക്ക് എത്താൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ പ്രാബല്യത്തിലെത്താൻ കഴിയൂ. ആദ്യഘട്ടത്തിൽ 10-20 നോട്ടുകളിൽ ഇത് പ്രാബല്യത്തിൽ വരും. പിന്നീട് അത് മറ്റ് നോട്ടുകളിലേക്ക് പോകും. ഉടൻ തന്നെ അത് പൂർണ്ണമായും പ്രാബല്യത്തിലെത്തിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലക്ഷ്യമിടുന്നത്. റോഷ്നി, യെസ്, അപ്പോൾ പേപ്പർ കറൻസികൾ മാറും, പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് എത്തും. പക്ഷേ അത് സമയമെടുക്കും. പലരും ഇപ്പോൾ പേപ്പർ കറൻസികളിലൊക്കെ ചില ഓർമ്മകളൊക്കെ കുറിച്ചു വയ്ക്കുന്നവരുണ്ട്. പ്രണയലേഖനങ്ങൾ പോലും എഴുതുന്നവരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടുമുണ്ട്. എന്തായാലും പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നതോടുകൂടി അതൊന്നും നടക്കില്ല.